ഇന്നേ ദിവസം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു കൃപയുടെ അഭിഷേകമുണ്ട്. ആ കൃപയുടെ അഭിഷേകത്തെ കർത്താവിൻ്റെ കൂടെ ചേർന്നിരുന്ന് ഇന്ന് സ്വീകരിക്കുവാൻ യേശു ഇന്ന് നിന്നെ വിളിക്കുവാണെന്ന് ഈ പ്രഭാതത്തിൽ. കർത്താവ് യോഹന്നാൻ സുവിശേഷം 7:38 നമ്മൾ കാണുന്നുണ്ട്. യേശു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇന്ന് ചിലപ്പോൾ നമുക്ക് ഒരുപാട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് പ്രെയർ റിക്വസ്റ്റുകളുണ്ടായിരിക്കും. വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ടോ? പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുമായിരിക്കും അല്ലേ? ചിലപ്പോൾ ഇന്ന് ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയായിരിക്കും. പക്ഷേ ഇന്ന് നിന്റെ വേദനകളെക്കാളും കൂടുതൽ വേദനകൾ ഈ ഭൂമിയിൽ സഹിച്ച അനുഭവിച്ച മനുഷ്യനായ ദൈവത്തിന്, മനുഷ്യനായ ഈ ഭൂമിയിൽ ജനിച്ച ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന് നിന്നെ അറിയാം. അവിടുന്ന് നിന്നെ മനസ്സിലാക്കുന്നു. ഇന്ന് യേശു വിളിക്കുവാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. റിസീവ് ദാറ്റ് ബ്ലെസ്സിങ് ദാറ്റ് ജീസസ് ഗീവ്സ്. യേശുവിനെ കിട്ടിയ നീ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. യു ആർ ഓൾറെഡി എ ബ്ലെസ്സഡ് പേഴ്സൺ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ കൃപയെ ഒന്ന് സ്വീകരിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് വിളിക്കുന്നത് കേട്ടോ. യു ആർ ഓൾറെഡി എ ബ്ലെസ്സഡ് പേഴ്സൺ. ആ കൃപയെ സ്വീകരിച്ച് അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ യേശു നിന്നെ വിളിക്കുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ വലിയ വിഷമത്തിലൂടെ കടന്നുപോയ സമയത്ത്, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഞാൻ രാവിലെ ഇങ്ങനെ കരുണനീരോടെ എൻ്റെ ചില പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം എൻ്റെ മുറിയിൽ നിറയപ്പെട്ടു. പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ മാറി ഞാൻ ലോക സുവിശേഷവൽക്കരണത്തിനും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ഒക്കെയായിട്ട് വേറെ പല കാര്യത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയെ റീഡയറക്റ്റ് ചെയ്ത് വിട്ടു. അങ്ങനെ കുറേ മണിക്കൂറുകൾ ഇരുന്നന്ന് പ്രാർത്ഥിച്ചു. സമയമുള്ളൊരു ദിവസമായിരുന്നു, വേറെ പ്രോഗ്രാമുകളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഉള്ളിൽ എനിക്കൊരു വലിയൊരു പ്രേരണ കിട്ടി. അന്ന് വൈകുന്നേരം ഒരു 5 മണി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. അപ്പം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ഒരു മെസ്സേജ്, ഒരു ഹോസ്പിറ്റലിൻ്റെ പേരും ഒരു സമയവും എനിക്ക് നൽകി. 5 മണി കഴിഞ്ഞ് എന്നുള്ള ഒരു പ്രേരണ ഉള്ളിൽ കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ആരെ കാണാൻ പോകാനാ, എന്തിനു വേണ്ടി പോകാനാ, എന്താ അവിടെ ദൈവം ആഗ്രഹിക്കുന്നു ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മനോജ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അദ്ദേഹം അന്ന് ഫ്രീ ആയിരുന്നു. ആളൊരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ലെക്ചറാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അന്ന് എൻ്റെ വീടിനടുത്തുള്ള ഒരു 1/2 മണിക്കൂർ യാത്ര ദൂരെ ഉണ്ടായിരുന്നുള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ അവിടെ ചെന്നു. അപ്പം എന്ത് ചെയ്യണം, ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ ഞാൻ ഓർത്തു ഹോസ്പിറ്റലിൽ ഉള്ള രോഗികൾക്ക് വേണ്ടി പുറത്ത് നിന്ന് വണ്ടിയിരുന്ന് പ്രാർത്ഥിക്കാനാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം നൽകി. ഇറങ്ങി അവിടെയുള്ള ഞങ്ങളുടെ വണ്ടി തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ട് തൊട്ടടുത്തുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങോട്ട് പ്രവേശിക്കാൻ ദൈവം ഉള്ളിലൊരു പ്രേരണ നൽകിയേ. അപ്പം ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ എങ്ങനെ ഈ പ്രേരണ കിട്ടുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. അപ്പം ആ പ്രേരണ പ്രകാരം അന്ന് ആ കോറിഡോറിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും. ഒരു വാർഡായിരുന്നു. ആ വാർഡിൻ്റെ അരികിലേക്ക് ചെന്ന സമയത്ത് ഒരു ചേച്ചി, ആ ചേച്ചിക്ക് ഒരു 55-60 വയസ്സ്, ആ ചേച്ചി ഓടി വന്നിട്ട് ഞങ്ങളെ കണ്ടപ്പം പറയാം, മോനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ശരീരം മുഴുവൻ വേദനയാണ്. ആ ചേച്ചി ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. എനിക്ക് ആ ചേച്ചീനെ അറിയത്തില്ല, ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ല. ഞങ്ങളുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തോടെ പലരും ആ കോറിഡോറിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചേച്ചി ഞങ്ങളുടെ അരികിലോട്ട് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആ കോറിഡോറിൽ, ആ വാർഡിൻ്റെ പുറത്ത് നിൽക്കുന്ന ആ കോറിഡോർ സ്ഥലത്ത് നിന്ന് ആ ചേച്ചിക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. കുറേ നേരം പ്രാർത്ഥിച്ചു. ചേച്ചിക്ക് വലിയ സമാശ്വാസമായി. ആ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർഡിലുള്ള സകല ആൾക്കാരും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ഒരു നേഴ്സ്, അവർ ബിലീവറാണ്, നല്ല വിശ്വാസമുള്ള വ്യക്തിയാണ്. അവരന്നവിടെ ഉണ്ടാകുന്നൊന്നും നമുക്കറിയാൻ മേലായിരുന്നു. അവർ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി അവിടെ അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചൊരു 3-3.5 മണിക്കൂർ ആ ഹോസ്പിറ്റലിൽ അനേക വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും. പിന്നീട് ഞങ്ങൾ ചെന്നപ്പോൾ കർത്താവ് അവിടെ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന്, അന്ന് വർക്ക് ചെയ്ത ആൾക്കാർ പിന്നീട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. ദൈവം ഒരുപാട് പേരെ സമാശ്വസിപ്പിക്കുകയും സൗഖ്യം കൊടുക്കുകയും മനസ്സിന് സ്വസ്ഥത കൊടുക്കുകയും ധൈര്യം കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പം അതെല്ലാം സംഭവിച്ച ദിവസം, ഞാൻ വല്ലാതെ വിഷമിച്ചിരുന്നൊരു ദിവസം, കർത്താവിൻ്റെ കൂടെ അന്ന് രാവിലെ ഇരിക്കുവാൻ പ്രചോദനം ലഭിച്ചപ്പോൾ ഈ ഒരു ഫില്ലിങ്, അതാ യേശു പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ. ഹി വിൽ ബ്ലസ് യു ആൻഡ് ഫിൽസ് യു അപ്പ്.
പലപ്പോഴും ഞാൻ ഈ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അനീഷിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ അനീഷ് എവിടെ നിന്നോ ബുദ്ധിയുടെ തലത്തിൽ ഉണ്ടാക്കുന്ന അങ്ങനത്തെ മെസ്സേജുകളൊന്നുമല്ല. ഇതിനകത്ത് നിങ്ങൾ അനീഷിനെ കാണരുത്. അനീഷിൻ്റെ കുടുംബ പാരമ്പര്യമോ അനീഷിൻ്റെ അപ്ബ്രിങ്ങിങ്ങോ പാരമ്പര്യമോ അതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് 1% പോലും സഹായമല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് നമ്മുടെ പാരമ്പര്യമൊക്കെ നമുക്ക് പാരമ്പര്യത്തിന് ചില നോളജുകളും കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് മതപരമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ബൈബിളിലോട്ട് നോക്കിക്കേ, ദൈവം കരങ്ങളിലെടുത്തവരെല്ലാം അവരെ ദൈവം കരങ്ങളിലെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു യോഗ്യതയാണ്, പരിശുദ്ധാത്മാവാണ് അവിടെ നിൽക്കുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയെ നിങ്ങൾ ഈ വീഡിയോ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ മെസ്സേജ് എന്നെയാണ് ഇവിടെ കാണുന്നതെങ്കിലും ഇന്ന് ഈ മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുകയാണ്. വെളിപാട് 3:20, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ. ഇഫ് യു ഓപ്പൺ യുവർ ഡോഴ്സ് ഫോർ ജീസസ്, ഹി വിൽ കം ടു യുവർ ലൈഫ് and dine with you. He will bless you. ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നേ ദിവസം നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തും. വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിച്ചുകൊണ്ട് ഈശോയുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഇന്നേ ദിവസം പ്രവർത്തിക്കാം. ഗോഡ് ബ്ലസ് യു.